ഫ്ലാഷ് ബാക്ക്. ഒരിക്കലും ഞാൻ താഴത്തില്ലടാ. നീ എന്നെ തീർത്ത് കാണീറ. എനക്കറിയാത്തോന്ന് ഈ ലോകത്തിൽ ഞാൻ ഒരു വലിയ സംഭവം. സത്യം. ബാലു, ഇവൻ എന്നെ ശരിക്കും അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. സൂപ്പർ സൂപ്പർ, ഇതൊരു കലക്ക് കലക്ക്. നിന്നെ ഞാൻ വിടില്ല ഗംഗാധര. സത്യം പറഞ്ഞ ആശാനെ കഴിവെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. ചന്ദ്ര ഹെവിയാക്ക് ഡോസ് കൂട്ടി കൊടുക്ക്. ശരി, കൊടുക്കാം സാർ. ഒരു പാട്ടുകാരനും വേണ്ടി എന്റെ ഈണമോ വരികളോ ഞാൻ മാറ്റുന്നതല്ല. മാറ്റരുത് സാർ, ഒരിക്കലും മാറ്റരുത്. ഇപ്പൊ പോലാമാ സാർ എക്സാം ആൾക്ക്? എടാ അതല്ല പ്രശ്നം. അച്ഛൻ എന്നോട് പറഞ്ഞു ഇപ്പൊ തവണ തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിക്കത്തില്ലെന്ന്. അത് മാത്രമല്ല ഒരു പശുവിനെ വാങ്ങിച്ചു തരുമെന്ന്. ഇത്രയും നല്ലൊരു തന്ത എവിടെ നിന്ന് കിട്ടുവേണ്ടി? തോറ്റിട്ട് നിനക്ക് അങ്ങനെ ഒരു ബിസിനസ് ഇട്ട് തന്നു. ரிஜிஸ்ட்ரேஷன் நம்பர் சார். இது ரிஜிஸ்ட்ரேஷன் நம்பரா? ஆமா சார். அதை ஏன்டா படிக்கிற? இல்ல சார், வருஷம் இதை தப்பா எழுதா சார், நான் ஃபெயில் ஆகி போறேன். இந்த வருஷம் அதை கரெக்டா இருக்கணும் சார். അയ്യോ മതി മതി മതി. ആശ്വാസമായി. തല ചുറ്റുന്നുണ്ടോ മാത്യൂസ്? പിന്നെ എന്നാലൊരു ചടങ്ങെന്ന നിലയ്ക്ക് ഞാൻ എന്തെങ്കിലും ചോദിക്കണമല്ലോ. എങ്ങനെയുണ്ട്? സത്യം പറയാലോ, വായ വെക്കാൻ കൊള്ളില്ല. കാര്യമായിട്ടാണ് പറഞ്ഞത്, തമാശക്കാണ്? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. കിട്ടി, ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി. നല്ല അസല് സദ്യ ഉണ്ട് എഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ്. ക്ലാസ്സിൽ ഏത് മണ്ടനും ചിലപ്പോൾ ആൻസർ പറയും. എക്സാമിൽ എഴുതുന്നവനാണ് ടോപ്പർ ആവുന്നത്. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. മക്കളെ, ഈ ഒരു അവസ്ഥയെ നിങ്ങൾ ഇങ്ങനൊന്നും ചോദിക്കും. അപ്പാപ്പനെ കൊണ്ട് ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലാണ് അപ്പാപ്പനാകെ. ഞാൻ കണക്ക് പറഞ്ഞു തുടങ്ങിയാലേ നിന്റെ നിക്കറ ഡ്രെന്ന് പറഞ്ഞ് കീറും. ഇതിന് എന്ത് എക്സ്പ്ലനേഷൻ ആണ് നിനക്ക് പറയാനുള്ളത്? കൊയ്തവരാണെങ്കിലും ആ നെല്ല് നമുക്കുള്ളതാ. സിനിമ സ്റ്റൈൽ ഉദ്യോഗം കഴിഞ്ഞ് മക്കളിങ്ങ് എത്തിയ ഇന്നത്തിരി വൈകി. എന്താണെന്ന് അറിയില്ല, ഇന്നും ഭയങ്കര വിശപ്പ്. ഇനി ഒരു സെക്കൻഡ് ഞാൻ ഇവിടെ പ്രേമ, ഞാൻ പോണി, എന്നെ തടുക്കരുത്. എല്ലാവരും കൂടെ പറയാണ് ഗുഡ് ബൈ.